15 ലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്താൻ അമേരിക്ക. ഇതിൽ 18,000 ഇന്ത്യക്കാരും. പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പട്ടാളത്തെ ഇറക്കും. ട്രംപിന്റെ തിരിച്ചുവരവിൽ അമേരിക്ക സാക്ഷ്യം വഹിക്കുക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ. രാജ്യത്തെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്കുൾപ്പെടെ തിരിച്ചടിയാകും. അമേരിക്കയിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്ന 14 ലക്ഷത്തിലേറെ പേരിൽ 18,000 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്ന് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട ഡാറ്റ വ്യക്തമാക്കുന്നു. മതിയായ രേഖകൾ ഇല്ലാത്തതാണ് ഇവർക്ക് തിരിച്ചടിയായി മാറിയത്. നവംബറിൽ ICE പുറത്തുവിട്ട അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരിൽ അധികവും ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നിയമം കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചേക്കും. തങ്ങളുടെ പൗരരെന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ICEയുടെ പ്രസ്താവന നാടുകടത്തൽ ഉറപ്പാണെന്നത് അടിവരയിടുന്നു. ഏറെ പ്രതീക്ഷകളോടെയാണ് ട്രംപ് വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ പട്ടാളക്കാരെ ഇറക്കി തൂത്തുവാരി ടെന്റിലാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ആവശ്യമായ രേഖകളില്ലാത്തവർ നേരത്തെ തന്നെ നിയമ നടപടികൾ നേരിട്ട് വരികയാണ്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി കേസ് നടത്തുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. നാടുകടത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഇന്ത്യയെ ICE സഹകരിക്കാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന താൽപര്യം അടിസ്ഥാനമാക്കിയാണ് ഇത്തരമൊരു പട്ടിക അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത്. 15 രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് ശരാശരി 90,000 ഇന്ത്യൻ പൗരന്മാർ US അതിർത്തിയിൽ പിടിക്കപ്പെട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അനധികൃത കുടിയേറ്റക്കാരെ കടുത്ത രീതിയിൽ നേരിടുകയെന്നുള്ളത് ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ്. കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇത് ആദ്യമായല്ല അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള അമേരിക്കയുടെ നീക്കം. കഴിഞ്ഞ ഒക്ടോബറിൽ രാജ്യത്ത് കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാരായ 100ഓളം ഇന്ത്യക്കാരെ അമേരിക്ക ചാർട്ടേഡ് വിമാനത്തിൽ തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരും ഈ നടപടിയിൽ സഹകരിച്ചു. ഇത്തരത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1,100-ലേറെ പേരെ നാടുകടത്തിയെന്നാണ് അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനൊപ്പം തന്നെ പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പാക്കാനും ട്രംപ് ഒരുങ്ങുകയാണ്. US-ൽ നിലവിലുള്ള ജന്മാവകാശ പൗരത്വ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാനാണ് നീക്കം. US-ൽ ജനിക്കുന്ന വ്യക്തി US പൗരനായി കണക്കാക്കപ്പെടും എന്നതാണ് നിലവിലെ നിയമം. തന്റെ 1ാം ഭരണകാലത്ത് തന്നെ ഈ നിയമം പരിഷ്കരിക്കാനുള്ള ശ്രമം ട്രംപ് ആരംഭിച്ചിരുന്നെങ്കിലും അന്നത് നടക്കാതെ പോവുകയായിരുന്നു.